നമസ്കാരം. എസ് വി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഇന്ന് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന ഒരു ഗംഭീര തമാശ പരിപാടിയെക്കുറിച്ചാണ്. തമാശ പരിപാടി എന്ന് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അവിടെ നടന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും അക്കമിട്ട് വിശ്വപൗരൻ എന്ന വിളിപ്പേരുള്ള ശശി തരൂരിന് നേരിടേണ്ടി വന്ന അപമാന ഭാരം ഉൾപ്പെടെ നമ്മുടെ കെ സുധാകരൻ എന്ന് പറയുന്ന കണ്ണൂരിൻ്റെ പല്ലും സടയും കൊഴിഞ്ഞു പോയ ഒരു സിംഹമുണ്ടല്ലോ, സിംഹം, ആ സിംഹത്തിന് നേരിട്ട അപമാനം, അതോടൊപ്പം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന രാജ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പുള്ളിക്കാരന് അവിടെ നേരിടേണ്ടി വന്ന അപമാന ഭാരം, ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ അതിനെയെല്ലാം ഒരു മുടിഞ്ഞ കോമഡി എന്നൊക്കെ തന്നെ പറയേണ്ടി വരും. അവിടെ തുടക്കത്തിൽ ശശി തരൂർ വന്ന് തൻ്റെ കടമ നിർവഹിച്ചു പോകുന്നു. പ്രവർത്തക സമിതി അംഗം കൂടിയാണ് ശശി തരൂർ എന്നുള്ള കാര്യം നമുക്കറിയാം. ആ അംഗത്തിനേറ്റ മാനഹാനി അതിഭീകരമാണ്. അദ്ദേഹം ഇനിയിപ്പോൾ കോൺഗ്രസ് വിട്ട് മറ്റേതെങ്കിലും ഒരു പാർട്ടിയിൽ അംഗത്വം എടുത്തിരുന്നാലും അദ്ദേഹത്തെ ആർക്കും കുറ്റം പറയാൻ കഴിയില്ല. അത്രത്തോളം അപമാന ഭാരവും പേറിയാണ് ആ വേദിയിൽ നിന്നിറങ്ങിപ്പോയത്. ആളാം വീതം എണ്ണി ആ വേദിയിൽ ഉണ്ടായിരുന്നവരെ മുഴുവൻ പേരെടുത്ത് പരാമർശിച്ചപ്പോഴും ശശി തരൂർ എന്ന് പറയുന്ന ഒരു പേര് പറയാൻ രാഹുൽ ഗാന്ധി വിട്ടുപോയത് ആ കുടുംബവാഴ്ചയെക്കുറിച്ച് ശശി തരൂർ ഒരുപക്ഷെ അഭിപ്രായപ്പെട്ടതിന് ഓർത്തിട്ടാവാം. ശരിയായിരിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ട് ആ ഒരു ആർക്കാ വിഷമമില്ലാത്തത്. താൻ വന്നത് ഈ പറയുന്ന പോലെ ഇതിലാണ്, എന്താ പറയുക, നമ്മൾ ഈ പറയുന്ന ഒരു ആശ്രിത നിയമനം വഴിയാണ് താൻ കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്തേക്ക് വന്നത്, യോഗ്യത വേണ്ടും വിധമില്ല എന്ന് ആരെങ്കിലുമൊക്കെ അപഹസിച്ചാൽ അവരെ തൽക്കാലത്തേക്ക് നോക്കി നിന്ന് ചിരിച്ചുകൊണ്ട് അവരുടെ മുഖത്താട്ടുന്നതല്ലേ പതിവ്. ആ പതിവ് രാഹുൽ ഗാന്ധിയും തെറ്റിച്ചില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ശശി തരൂരിൻ്റെ പേര് പോലും പരാമർശിക്കാതെ ഇരുന്നു. അതിൽ മനംനൊന്ത് ശശി തരൂർ വേദി ഇറങ്ങി പോവുകയും ചെയ്തു. ഈ വേദി വിട്ടിറങ്ങിയത് കോൺഗ്രസിൽ നിന്നുള്ള ഇറക്കമാണോ എന്ന് സംശയിക്കുന്നവരുമുണ്ട്. അതവിടെ നിൽക്കട്ടെ. പിന്നീട് മറ്റൊരു ദയനീയമായ കാഴ്ച കണ്ടത് തൊട്ടടുത്ത് രാഹുൽ ഗാന്ധിയുടെ ഇടതുവശത്തും ചേർന്നിരുന്നത് കെ സുധാകരൻ എന്ന് പറയുന്ന ആളായിരുന്നു. പുള്ളി ഇപ്പോഴും കരുതിയിരിക്കുന്നത് തന്നെ പിടിച്ച് പടിയടച്ച് പിണ്ടം വെച്ചിട്ടും താൻ തന്നെയാണ് KPCC അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നത് എന്ന് ചിന്തയുണ്ടാവും സ്വാഭാവികമായി. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു, അതെ, നിങ്ങൾ പഴയ ആളല്ല, യു ആർ ഓൺലി കെ സുധാകരൻ. അതുകൊണ്ട് അതിനപ്പുറത്ത് കൂടുതൽ കൂട്ടിച്ചേർക്കലുകളൊന്നുമില്ല. പിന്നെ MP എന്ന് വേണമെങ്കിൽ വെച്ചോളൂ, കാര്യം പ്രയോജനമില്ലാത്തൊരു MP ആയതുകൊണ്ട് വേണമെങ്കിൽ അത് കൈ കരുതാം എന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് കെ സുധാകര, നിങ്ങൾ തൽക്കാലം ഇവിടെ ഇരിക്കാൻ യോഗ്യനല്ല. അതും വിശേഷിച്ച് പിന്നെ ദേശീയ നേതാവായി എൻ്റെ കൂടെ കയറി ഇരിക്കാനും മാത്രമുള്ള യോഗ്യത താങ്കൾക്കുണ്ടോ? ഒരു KPCCയുടെ ഒരു ഭാരവാഹി പോലും അല്ലാത്ത താങ്കൾ എന്തിനിവിടെ കയറിയിരിക്കുന്നു എന്ന് വളരെ മൃദുഭാഷയിൽ കെ സുധാകരനോട് പറഞ്ഞു അത്രേ. അത് കേട്ട് കുടിക്കാൻ ഒരു കുപ്പി വെള്ളവും കൊടുത്തു, ദോഷം പറയരുതല്ലോ. എന്നിട്ട് പറഞ്ഞു, അപ്പുറത്തേക്ക് മാറിയിരുന്നോളൂ, ഇവിടെ ഇരിക്കാൻ വേറെ യോഗ്യനായ വേറെ ആമ്പിള്ളേരുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കെ സുധാകരൻ മാറി തൊട്ടടുത്ത സീറ്റിലിരിക്കുന്നു. ആ സീറ്റിലിരുന്ന സണ്ണി ജോസഫ് നല്ല നിറഞ്ഞ ചിരിയുമായി രാഹുൽ ഗാന്ധി വന്നിരിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് എല്ലാവരും പിന്നിലിരുന്ന നിരവധിയായ കോൺഗ്രസ് പ്രവർത്തകർ എന്ന് പറയാം, കാര്യം നേതാക്കന്മാരുടെ പാർട്ടിയാണല്ലോ കോൺഗ്രസ്. സദസ്സിലുള്ളവരെക്കാൾ അധികം ആളുകൾ വേദിയിലിരിക്കുന്ന ഒരേ ഒരു പാർട്ടി ഈ രാജ്യത്തുണ്ടെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടി ആയിരിക്കും, പ്രത്യേകിച്ച് കേരളത്തിൽ. അപ്പോൾ പുറയിലിരുന്ന രമ്യ ഉൾപ്പെടെയുള്ളവരിങ്ങനെ നോക്കി മന്ദഹസിക്കുന്ന ദൃശ്യങ്ങളൊക്കെ TV വന്നപ്പോൾ നമ്മൾ കരുതി, എന്തിനാണ് കെ സുധാകര ഇങ്ങനെ അപഹസിക്കപ്പെടാൻ വേണ്ടി വലിച്ചിറക്കി വിട്ടെടുത്ത് വീണ്ടും ചാടിക്കേറിപ്പോയി വലിയ ആള് കളിക്കുന്നത് എന്ന് ചോദിക്കാൻ തോന്നിപ്പോയി എല്ലാവർക്കും, അവിടെ കൂടിയിരുന്ന പലർക്കും. അങ്ങനെ സണ്ണി ജോസഫിനെ അവിടെ പിടിച്ചിരുത്തുന്നു. അങ്ങനെ കെ സുധാകരനെ രാഹുൽ ഗാന്ധി അപമാനിച്ചു എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം. അതൊക്കെ അപമാനം എന്നുള്ളത് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് വേറെ രീതിയിൽ പറഞ്ഞോളൂ, ആശീർവാദം എന്നാക്കി വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇവിടെ പിന്നീട് ഈ പറയുന്ന ഏതോ ഒരു അമ്പലത്തിൻ്റെ മുന്നിൽ താണ് വണങ്ങി നിൽക്കുന്ന പോലെ രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ രണ്ട് കൈകളും എടുത്തു കൂപ്പി ഹായ് ഹായ് എന്നും പറഞ്ഞുകൊണ്ട് നിന്ന കെ സുധാകരൻ്റെ മുഖത്തോട്ട് പോലും ഒരു നോക്കാതെ രാഹുൽ ഗാന്ധി ബാക്കിയുള്ളവരെ നോക്കി ചിരിക്കുകയും തൊഴുത കൈകളിലെല്ലാം ചേർത്ത് പിടിക്കുകയും ചെയ്തിട്ട് മാറി സീറ്റിലിരുന്നു. അപ്പോഴും തൊഴുകൈയോടുകൂടി വിനീത വിധേയനായി കാൽപാദവിന്ദങ്ങളിൽ അല്ലെങ്കിൽ കാലിൻ്റെ പാതാരവിന്ദങ്ങളിൽ താണ് വീണ് നമസ്കരിക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും സുധാകരൻ അതേ നിൽപ്പ് തുടർന്നു. അതേസമയം ഇതൊന്നും ഗവനിക്കാതെ രാഹുൽ ഗാന്ധി സീറ്റ് പിടിക്കുകയും ചെയ്തു. പിന്നെ അടുത്ത കോമഡി ഉണ്ടായിരുന്നു. ആ കോമഡി ഞാൻ ഈ കോമഡികളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല, അതിൻ്റെ വേറൊരു വിശദാംശങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ കോമഡി ഒന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മനസ്സും കിട്ടത്തില്ല. അപ്പോൾ അവിടെ പെട്ടെന്ന് അടുത്തൊരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ ഗാന്ധിയോട് ചോദ്യങ്ങൾ ആർക്ക് വേണമെങ്കിലും ചോദിക്കാം, വലിയ വിശ്വ നേതാവല്ലേ, ആ വിശ്വ നേതാവിനോട് ആർക്ക് എന്ത് വേണേൽ ചോദിക്കാം, ഭൂമിക്ക് ആകാശത്തിന് ചുവട്ടിലുള്ള ഏത് മണ്ണും നാടും നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് സമമാണ്, അതുകൊണ്ട് ഏത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം എന്നായി.
അപ്പോൾ അവിടെ ഇറങ്ങിയ ഒരു ബംഗാളിൽ നിന്ന് വന്ന ഒരു അതിഥി തൊഴിലാളി അവിടെ നിന്നുകൊണ്ട് മൈക്ക് കൈ കിട്ടിയ ആവേശത്തിൽ ചില കാര്യങ്ങൾ ചോദിച്ചു. കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്നു, കേരളം വികസനത്തിൻ്റെ പാതയിലാണ്, പക്ഷേ ഇടതുപക്ഷം പോയതിനു ശേഷം എന്താണ് ബംഗാളിൽ സംഭവിച്ചത് എന്നൊരു ചോദ്യം തിരിച്ച് ചോദിച്ചപ്പോൾ ആ ചോദ്യമൊന്നും ഇവിടെ പറ്റില്ല കേട്ടോ എന്ന് എല്ലാവരും കൂടി പറഞ്ഞു. കാര്യം അതിന് മറുപടി പറയാനില്ല. പെട്ടെന്നാണ് ഷോഫി പറമ്പിൽ മൈക്ക് കൈവശം വെച്ചുകൊണ്ട് പറഞ്ഞത്, അതെ ഈ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. ഇത് കേൾക്കാത്ത പാടെ അവിടെ കൂടി നിന്ന് കുറേ കോൺഗ്രസ്സുകാർ വിഡ്ഢികൾ ആ പറയുന്ന ചെറുപ്പക്കാരൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് തട്ടിപ്പറിച്ചെടുത്തുകൊണ്ട് പോയി. ഇതാണ് പറഞ്ഞ വളരെ കൃത്യമായി സ്ക്രിപ്റ്റഡായി നടന്നുപോയ ഒരു പരിപാടിയായിരുന്നു അത്. ഇങ്ങനെ ചില കോമഡി രംഗങ്ങൾ കൂടി അതിനകത്ത് ചില തമിഴ് സിനിമകളും തെലുങ്ക് സിനിമകളും കാണുന്ന പോലെ കൃത്യമായി ഇടവേളകൾ എഴുതി ചേർത്ത് വെച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നീടാണ് ഒരു പ്രസംഗത്തിലേക്ക് പോരുന്നത്. ആ പ്രസംഗിച്ച വേറെ ആരുമല്ല, അപമാനഭാരം കൊണ്ട് നീറി പുകഞ്ഞു നിൽക്കുന്ന കെ സുധാകരൻ വേദിയിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ അങ്ങാളി കത്തുന്നതാണ് നമ്മൾ കണ്ടത്. ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയെ തകർക്കാൻ ഈ ലോകത്ത് ആര് വിചാരിച്ചാലും നടക്കില്ല, ഏത് പ്രസ്ഥാനം വിചാരിച്ചാലും നടക്കില്ല എന്ന് വലിയ വീരവാദത്തോടു കൂടി പ്രസംഗത്തിൻ്റെ തുടക്കം. എങ്ങനെ? അതെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ ഒരു സംഘടനയെ തകർക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല, ആരുടെ മുമ്പിലും മുട്ടുകുത്തില്ല, ആരുടെ മുമ്പിലും നട്ടല് വളക്കില്ല, ശക്തമായ ഭാഷയിലാണ് പറഞ്ഞത്. കെ സുധാകരൻ എന്താലോചിച്ചുകൊണ്ടായി പറയുന്നേ? ബീഹാറിൽ നിന്ന് പോയി കുറച്ച് പേർ, ഇനി അവിടെ കോൺഗ്രസിന് MLA-മാരില്ല ബീഹാറിൽ. കേരളത്തിൽ ഇപ്പോൾ ഉള്ളത് അടുത്ത തവണ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ 2 തവണയായി എന്താ പറയുക, നിയമസഭയിൽ മന്ത്രിസ്ഥാനം കിട്ടാതെ കത്തിജ്വലിച്ചില്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി. ഈ കോൺഗ്രസ് പാർട്ടിയാണ് പറയുന്നത് ഞങ്ങളെ മുട്ടുകുത്തിക്കാൻ ഒരാളെ കൊണ്ടും സാധിക്കില്ല എന്ന്. ഈ പറയുന്ന ആളുകൾ ഒന്ന് ഓർത്ത് വെച്ചോളൂ, പോയ കാലങ്ങളിൽ BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസിനെ ചവിട്ടി മെതിച്ച് കാൽച്ചുവട്ടിലിട്ട് അതിൻ്റെ പൊടിയും നീരും എല്ലാം ആക്കിയിട്ട് ഓടയിൽ തള്ളിയ സിറ്റുവേഷൻ പോലും ആരും മറന്നു പോകരുത്. ആര് കാരണമാണെന്ന് ചോദിച്ചാൽ അവിടെ അജാനുബാഹുവിനെ പോലെ വന്ന് ടീഷർട്ട് ഇട്ടുകൊണ്ട് നിന്ന രാഹുൽ ഗാന്ധി കാരണം. അത് കോൺഗ്രസ്സുകാർ മറന്നു പോകരുത്. ആരുടെയും മുമ്പിൽ പരാജയപ്പെട്ടിട്ടുമില്ല, ആരും പരാജയപ്പെടുത്തിയിട്ടുമില്ല എന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് കെ സുധാകരൻ പറഞ്ഞതെന്ന് കൂടി സുധാകരൻ വ്യക്തമാക്കണം. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടന, രാഷ്ട്രീയ പാർട്ടി ഇന്ന് ഇന്ത്യയുടെ ഭൂപടത്തിൽ എവിടെയും അടയാളപ്പെടുത്താൻ പോലും ഉള്ളതില്ല. പലയിടങ്ങളിലും ഉണ്ടായിരുന്നതെല്ലാം അവർ വെള്ളിത്താലത്തിൽ ആ ഭരണമെല്ലാം എടുത്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി ആകെയുള്ളത് കർണാടകയിലുണ്ട് DK ശിവകുമാറും അതോടൊപ്പം തന്നെ സിദ്ധരാമയ്യും, അവരും തമ്മിൽ അടിയടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി നശിച്ച നാറാണക്കല്ലെടുത്തു. എന്നിട്ടും പറയാൻ അഹങ്കാരത്തിനൊരു കുറവില്ല കെ സുധാകരൻ്റെ. ഈ കെ സുധാകരൻ എന്തർത്ഥത്തിലാണ് ഈ കോൺഗ്രസിനെ അങ്ങ് പാടി പുകഴ്ത്തുന്നത്? കോൺഗ്രസിൻ്റെ ഒരു MP, അതിനപ്പുറത്തേക്ക് കൂട്ടിച്ചേർക്കലുകളും കുറയ്ക്കലുകളും ഒന്നുമില്ലാത്ത ഒരു നേതാവാണ് കെ സുധാകരൻ. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഈ സുധാകരന് പിന്നെ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ എന്താണ് ഇത്ര ഒരു വീര്യം? സുധാകരനെ പോലും അവിടെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒരു വാക്ക് പോലും മിണ്ടാതെ വലിച്ചു പറിച്ച് താഴെയിട്ടു. കോൺഗ്രസിലുള്ള ദീപാദാസ് മുൻഷി അടക്കമുള്ളവർ പറഞ്ഞു അയാൾക്ക് ബോധമില്ല എന്ന്. പ്രായക്കൂടുതൽ കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടിരിക്കുന്നു, പറയുന്നതും പ്രവർത്തിക്കുന്നതും എന്താണെന്ന് കെ സുധാകരന് പോലും മനസ്സിലാകുന്നില്ല എന്ന് ദീപാദാസ് മുൻഷിയും KC വേണുഗോപാലും VD സതീശനും എല്ലാവരും കൂടെ ഒരേ ശബ്ദത്തിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തു സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റ് മേടിച്ച് വീട്ടിൽ പോയിരിക്കുന്നു. വീടിൻ്റെ 4 മൂലകളിൽ നിന്ന് കുഴിച്ചെടുത്ത തകിടിൽ പോയി തകിടും എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്ന തകിടും കിട്ടിയിട്ട് പോലും മനസ്സിലായില്ല സുധാകരനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ സ്വന്തം പാളയത്തിലുണ്ട് എന്നുള്ള കാര്യം. പിന്നെ എന്തിൻ്റെ അഹങ്കാരമാണ് കെ സുധാകരൻ എന്നുള്ളത് മാത്രമാണ് മനസ്സിലാക്കാത്തത്. ഇനി സുധാകരൻ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാൾ ജനിച്ചുപോയ നാട്ടിൽ, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ നാട്ടിൽ ജനിച്ചുപോയി എന്നുള്ളത് മാത്രമാണ് തനിക്ക് അപമാനഭാരമായി മാറിയിരിക്കുന്നത് എന്ന്, തനിക്കതൊരു അപമാനമാണ് എന്ന് പറയുന്നു. വേറെ എവിടെയെങ്കിലും ഇനി ജനിക്കാനുള്ള ബാല്യമോ കൗമാരമോ വാർദ്ധക്യമോ യൗവനമോ ഇല്ലാത്ത ഒരു നേതാവാണ് കെ സുധാകരൻ. അത് നമുക്കെല്ലാവർക്കും അറിയാം. ഈ പറയുന്ന കെ സുധാകരൻ്റെ നാട്ടിൽ ജനിച്ചു പോയി എന്നുള്ളത് കൊണ്ട് അപമാനഭാരം പേറി ജീവിക്കുന്ന നിരവധി കോൺഗ്രസ് പ്രവർത്തകരും സ്വന്തം കൂട്ടത്തിലുണ്ടെന്ന് നോക്കിയാൽ മനസ്സിലാവും. അതിൽ ഏറ്റവും പ്രധാനി പേരാവൂർ MLA ആണ്, സണ്ണി വക്കീലുമാണ്. സുധാകരൻ ജനിച്ച നാട്ടിൽ ജനിച്ചുപോയി, സുധാകരൻ അനുയായിയാണ് എന്ന് പറയുന്നതിൽ പോലും ഇപ്പം നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ വയ്യാത്ത ഒരാളാണ് സണ്ണി വക്കീൽ. അത് സുധാകരൻ അറിയാഞ്ഞിട്ടാണോ എന്തോ. അപ്പോൾ ഏറ്റവും കൂടുതൽ പാർട്ടി തള്ളിക്കളഞ്ഞ് കറിവേപ്പില എന്നൊന്നും പറയാൻ പറ്റില്ല, അതിനേക്കാൾ നികൃഷ്ടമായി ഉള്ളിത്തൊലി പോലെ എടുത്ത് ദൂരെ കളഞ്ഞ ഒരാളാണ് കെ സുധാകരൻ. എന്നിട്ട് ഈ സുധാകരനെ വീമ്പ് പറച്ചിലൊട്ടും കുറവില്ല. അപ്പം പിണറായി എന്ത് ചെയ്തു കൊടുത്തു എന്നാണ് ചോദിക്കുന്നത്. പിണറായി എന്ത് ചെയ്തു കൊടുത്തു എന്ന് കെ സുധാകരൻ അറിയാൻ സാധ്യതയില്ല. കാര്യം കുറേ കാലം അദ്ദേഹം മോൻസൺ മാവുങ്കലിൻ്റെ വീട്ടിലായിരുന്നു. അവിടെ തിരുമ്മലും ഉഴിച്ചിലും പിഴിച്ചിലുമായിട്ട് മോൻസൺ മാവുങ്കലിനോടൊപ്പം കൂടി. അത് കഴിഞ്ഞ് കുറച്ചു കാലം KPCCയിലും പിന്നെ തെക്ക് വടക്കൊന്ന് യാത്ര ചെയ്യണമെന്ന് വണ്ടിയിൽ.
കാറിലോ ബസ്സിലോ ട്രെയിനിലോ ഒക്കെ യാത്ര ചെയ്യണം. ഈ പറയുന്ന 14 ജില്ലകളിലും ഒന്ന് സന്ദർശിച്ച് പോകണം. അപ്പോൾ മനസ്സിലാവും അവിടെ എന്ത് മാറ്റമാണ് ഇവിടെ വന്നത്. ഈ പറയുന്ന പോലെ പിന്നെ ആരോഗ്യ പരിപാലനത്തിന് അമേരിക്കയിലേക്കൊക്കെ പോകാറുണ്ടല്ലോ. ശരി, അത് വിദഗ്ധ ചികിത്സയ്ക്ക് പോവുകയാണെന്ന് നമുക്ക് അംഗീകരിക്കാം. ചില ചികിത്സയ്ക്ക് ഇപ്പം ഹാർട്ട് സർജറിയെ സംബന്ധിച്ചിടത്തോളം ജർമ്മനിയാണ് ഏറ്റവും ബെസ്റ്റ്. ക്യാൻസർ മയോ ക്ലിനിക്കാണ് അമേരിക്കയിൽ. അപ്പം അതിന് വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് പോകുന്നു, സ്വാഭാവികമായി നമ്മളത് അംഗീകരിക്കും. ചികിത്സയ്ക്ക് പോകാൻ നമ്മളൊന്നും പറയുന്നില്ല. പക്ഷേ വല്ലപ്പോഴും നമ്മുടെ കേരളത്തിലൂടെ യാത്ര ചെയ്യണം ഈ സുധാകരൻ. എങ്കിൽ മാത്രമേ കേരളത്തിൽ എന്ത് മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് ഒരുമാതിരി പഴകി ദ്രവിച്ച ആയുധങ്ങളും എടുത്തുകൊണ്ട് വീണ്ടും പോരിനിറങ്ങരുത് പൊന്നു സുധാകരനാൻ. എന്താ പറയുന്നത്, KSA എന്ന് പറയേണ്ടി വരും. സുധാകരൻ എന്നൊക്കെ വിളിക്കും, ചിലപ്പോൾ അൺപാർലമെൻ്ററി ആയിപ്പോവും. അപ്പോൾ അങ്ങനെ ഇവിടെ പിന്നീട് വീണ്ടും പറയണം, സ്വർണം കടത്തി, ചെമ്പ് കടത്തി, രേഖകളില്ല, തെളിവുകളില്ല, മറ്റതില്ല, മറിച്ചയില്ല, ഒന്നുമില്ല എന്ന് പറയുന്നു. ഈ പറയുന്ന പോലെ SIT അന്വേഷണം നടത്തി. SIT അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ED വന്ന് കയറി. ED ആദ്യം തന്ത്രിയെ മോചിപ്പിച്ചു. കാരണം സ്വാഭാവികം എന്നുള്ള നിലയിൽ തന്നെ തന്ത്രി അവിടെ രക്ഷപ്പെടും. എന്തുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഈ K സുധാകരൻ ചെയ്യേണ്ടത്, ഇങ്ങനെ തെളിവുകൾ കണ്ടെത്തുന്ന കാര്യത്തിൽ SIT പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ സുധാകരൻ അറിയാവുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഏറെക്കാലം ജനപ്രതിനിധിയായിട്ടിരിക്കുന്ന ഒരാൾ തന്നെയല്ലേ. അപ്പം ഇങ്ങനെ ഒരു സംഭവത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ട്, അന്വേഷണത്തിൽ തൃപ്തിയില്ല, അന്വേഷണം ഇന്ന ഘട്ടങ്ങളിൽ വഴിതിരിഞ്ഞു പോകുന്നു, കോടതിയിൽ പോകാമല്ലോ. പല ആവർത്തി പറഞ്ഞതല്ലേ, നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ റിട്ട് കൊടുക്കാമല്ലോ. ഹൈക്കോടതിയിൽ നിങ്ങളൊരു വെറുതെ ഒരു പരാതി കൊടുക്കുക. അതെ, SIT എന്ന് പറയുന്നതിനെ നിയന്ത്രിക്കുന്നത് പിണറായി വിജയനാണ്, പിണറായി വിജയന്റെ സ്വാധീനത്തോടു കൂടി SIT അന്വേഷണം അട്ടിമറിക്കുന്നു, ഒരു പരാതി കൊടുക്കാം. ആ പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് ഹൈക്കോടതി പരിശോധിക്കട്ടെ. കാര്യം ഇത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണ്. ഹൈക്കോടതിയാണ് ഈ SIT അന്വേഷണത്തിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. അവിടെ എന്തെങ്കിലും പാകപ്പിഴ വന്നാൽ അത് കൃത്യമായി മനസ്സിലാക്കാനും അതിനെ തിരുത്താനും ഹൈക്കോടതിക്ക് ബാധ്യതയുണ്ട്. അപ്പോൾ ഹൈക്കോടതിയിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ പേപ്പർ കൊടുക്കാത്തത്? പലരും ഇടതുപക്ഷത്തെ ക്രൂശിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിക്ക് അതിനകത്ത് കൈയുണ്ട്, മുഖ്യമന്ത്രി അന്വേഷണം അട്ടിമറിക്കുന്നു, ചില പോലീസുകാരനകത്ത് ഒത്തുകളിക്കുന്നു, തെളിവുകൾ എവിടെയൊക്കെയോ മറച്ചു പിടിക്കുന്നു, ആ സ്വർണം കണ്ടെത്താൻ കഴിയുന്നില്ല. നിങ്ങളുടെ ആശങ്കകളെല്ലാം കൂടി ഒരു പേപ്പറിലാക്കുക. ഇപ്പം UDF-ലെ നേതാക്കന്മാർക്ക് കോടതിയിൽ നിന്ന് കേട്ട പേടിയാണ്. കാര്യം ഹൈക്കോടതിയിൽ നിന്ന് 2 തവണയായിട്ട് പണി കിട്ടി. മാത്യു കുഴൽനാട് ഇവിടുന്ന് സുപ്രീം കോടതി വരെ പോയിട്ട് സുപ്രീം കോടതിയിൽ നിന്ന് പണി കിട്ടി, 10 ലക്ഷം രൂപ അടയ്ക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഇതുകൊണ്ട് ഈ കോൺഗ്രസ് നേതാക്കന്മാർക്ക് സത്യത്തിൽ ഇപ്പം ഭയം കടന്നുകൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇത്രയും നാട് കട്ടുമുടിച്ച് നടക്കുന്ന പിണറായി വിജയൻ ഈ നാട് ഭരിക്കാൻ എന്ത് അവകാശം എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യമുണ്ട്. ഈ പറയുന്ന 10 വർഷത്തിനപ്പുറത്തേക്ക് ഒരു കേരളം ഉണ്ടായിരുന്നു. 2016 വരെയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടത് എന്താണ്? ഏറ്റവും ഒടുവിൽ ഉയർന്നു കേട്ട വിവാദം എന്തായിരുന്നു? അതായത് സ്വന്തം പാർട്ടിക്കാർ തന്നെ പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ട് ഈ പറയുന്ന ഉമ്മൻചാണ്ടിയെ എങ്ങനെയെങ്കിലും ഭരണരഥത്തിൽ നിന്നും താഴെ ഇറക്കണം, അതിനുവേണ്ടി പരിശ്രമിച്ചത് കോൺഗ്രസ്സുകാർ തന്നെ ആയിരുന്നില്ലേ? ഈ പറയുന്ന KM മാണി എന്ന് പറയുന്ന ഒരു നേതാവിനെ ബാർക്കോഴയുടെ പേരിൽ കിടന്ന് അദ്ദേഹത്തിൻ്റെ വീട് പിന്നെ നിരീക്ഷണ വലയത്തിലാക്കിയത് നമ്മുടെ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയല്ലേ? ഈ ഇദ്ദേഹത്തിൻ്റെ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വിശ്വസ്തനെ ഉമ്മൻചാണ്ടി നാട്ടിലില്ലാത്ത സമയത്ത് അറസ്റ്റ് ചെയ്യിച്ചതും ഈ പറയുന്ന രമേശ് ചെന്നിത്തല തന്നെയല്ലേ? അവിടെ എന്തായിരുന്നു രാഷ്ട്രീയം? ഏതായിരുന്നു രാഷ്ട്രീയം? അന്ന് ഏറ്റവും കൂടുതൽ അഴിമതി എന്ന് പറയുന്ന ഒരു വാക്കും കോഴ എന്ന് പറയുന്ന വാക്കും ഏറ്റവും അധികം പ്രസക്തമായതും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടതുമായ 6 വർഷമല്ലേ കടന്നുപോയത്. വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അബ്ദുറബ്ബ് എന്ന് പറയുന്ന കഴിവുകെട്ട ഒരു മന്ത്രിയുടെ കയ്യിലേക്ക് ഈ പറയുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്ന വളരെ സുപ്രധാനമായ ഒരു വകുപ്പെടുത്ത് കൈ കൊടുത്തിട്ട് എന്താക്കി? അവസാനം കുട്ടിച്ചോറാക്കിയില്ലേ? കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടുന്ന അവസ്ഥയിലേക്ക് നൽകുന്ന അവസ്ഥയിലേക്ക് വിദ്യാഭ്യാസ വകുപ്പിനെ കൊണ്ട് എത്തിച്ചത് ഈ പറയുന്ന UDF ആയിരുന്നില്ലേ? അന്ന് ചോദിക്കാമായിരുന്നു, എന്താണ് UDF ഈ നാട്ടിൽ ഇനിയും നിങ്ങൾ UDF-നെ ഇവിടെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ കഴിഞ്ഞ 2016 വരെയുള്ള കാലത്തിൽ UDF ഇവിടെ എന്താണ് മലമറിച്ചത് എന്ന് ചോദിക്കേണ്ടി വരില്ലേ? ചോദിക്കേണ്ടി വരും, നിസ്സംശയം ചോദിക്കേണ്ടി വരും. 2016 വരെ എന്ത് ചെയ്തു നിങ്ങൾ? നിങ്ങൾക്കിവിടെ വരണമെങ്കിൽ, നിങ്ങളിവിടെ അധികാരത്തിൽ നിങ്ങളെ കയറ്റണമെങ്കിൽ ജനങ്ങൾക്ക് എന്താ ചെയ്ത്? 2040 വരെ കൊടുത്തു തീരാത്തത്രയും ബാധ്യത പെൻഷൻ മൂലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സംസ്ഥാനത്തിന് എന്ന് പറഞ്ഞൊരു നിരായുധനായ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു കേരളത്തിന്. അതേ വാചകങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ വേണ്ടിയിട്ടാണോ വീണ്ടും നിങ്ങൾക്ക് അധികാരം തരേണ്ടത്? ഇവിടുത്തെ കുട്ടികളെല്ലാം പാഠപുസ്തകങ്ങൾ പോലും ഇല്ലാതെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വീണ്ടും ആ കാളവണ്ടി യുഗത്തിലേക്ക് നമ്മുടെ കേരളത്തെ കൈപിടിച്ചെത്തിക്കാൻ വേണ്ടിയിട്ടാണോ ഇനിയും UDF-ന് വേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത്? അപ്പോൾ ഇതാണ് നമ്മളുടെ ചോദ്യം. പിന്നെ എന്ത് അവകാശം പറഞ്ഞുകൊണ്ടാണ് UDF വീണ്ടും 2026 അധികാരം പിടിക്കാൻ പോകുന്നത് എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. എന്താണ് നിങ്ങൾ മുന്നിലോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം?
ഏറ്റവും അവസാനം ഇവിടെ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പൂർത്തീകരണ സമയത്ത് എന്താ ഇവിടെ നടത്തിയത്? അവിടുത്തെ രൂപതക്കാരുടെ സമരത്തിനൊപ്പം കൂട്ടിച്ചേർന്ന് നിന്നുകൊണ്ട് ഈ ഒരു പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് സമരം ചെയ്ത് UDF-കാരായിരുന്നില്ലേ? എന്നിട്ട് ഏറ്റവും ഒടുവിൽ ആ പദ്ധതി പൂർത്തീകരിക്കുന്ന സമയത്ത് ഇതേ UDF-കാർ അടക്കം ഈ പറയുന്ന കെ സുധാകരൻ എന്ന് പറയുന്ന നാക്കിന് എല്ലില്ലാത്ത ഈ മനുഷ്യൻ അന്ന് പറഞ്ഞ എന്തായിരുന്നു? ആ പ്രോജക്റ്റിന് ഉമ്മൻചാണ്ടിയുടെ പേര് കൊടുക്കണം എന്നല്ലേ പറഞ്ഞത്? അപ്പോഴത്തേക്ക് ഉമ്മൻചാണ്ടി വിശുദ്ധവൽക്കരിക്കപ്പെട്ടു. അതുവരെ പെണ്ണുപിടിയനും കോഴക്കാരനുമൊക്കെ ആയി അഴിമതിക്കാരനുമൊക്കെ ആയി കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞ് അങ്ങ് ആ മനുഷ്യനെ അങ്ങനെ ആക്കിയതിന് ശേഷം അദ്ദേഹത്തിന്റെ മരണത്തിനൊടുവിൽ അദ്ദേഹത്തെ വിശുദ്ധനാക്കിയ ഈ പൊറാട്ട നാടകം കളിച്ചതും ഇതേ UDF-കാർ തന്നെയല്ലേ? അല്ലേ സുധാകര? അതെല്ലാം ഓർത്തിരുന്നിട്ട് വേണം പിണറായി വിജയൻ ഈ നാട് ഭരിക്കാൻ എന്താണ് യോഗ്യത എന്ന് ചോദിക്കാൻ, എന്താണ് അവകാശം എന്ന് ചോദിക്കാൻ. അത്രയെങ്കിലും ബോധം ഈ കേരളത്തിൽ ജനിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ കണ്ണൂരിൽ ജനിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണം കെ സുധാകരൻ, പ്രിയ KSA. അല്ലാതെ ഈ പറയുന്ന പോലെ മൈക്ക് കിട്ടുമ്പോൾ എന്തും വിളിച്ചു പറയുന്ന ഒരു തരത്തിലേക്ക് പോകരുത്. ഒടുവിൽ എന്താ സംഭവിച്ചത്? നിങ്ങളോട് സമയമായി, നിങ്ങൾ ഇറങ്ങി പൊയ്ക്കോളാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയല്ലായിരുന്നു അവിടെ എന്നുള്ളവർ. അപ്പൊ അതാണ് പറഞ്ഞത്, നിങ്ങളുടെ സമയം കഴിഞ്ഞു, യുവർ ടൈം ഈസ് ഓവർ. അപ്പോൾ നിങ്ങളുടെ സമയം കഴിഞ്ഞു, ഇനി നിങ്ങളുടെ മുന്നിൽ സമയമില്ല. അത് കോൺഗ്രസ്സുകാർ വേറൊരു തരത്തിൽ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. നിങ്ങൾക്കിനി ഒരു അംഗത്തിനുള്ള ബാല്യമോ യൗവനമോ കൗമാരമോ വാർദ്ധക്യമോ ഇല്ല എന്നുള്ള കാര്യം കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ആ വേദിയിൽ വെച്ച് തന്നെ നിങ്ങളോട് പറഞ്ഞില്ലേ? നിങ്ങളുടെ സമയം അവസാനിച്ചിരിക്കുന്നു, സമയം കൂടുതൽ എടുക്കരുത് എന്ന് പറഞ്ഞു വിട്ടു. ഇത് തന്നെയാണ് KSA ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾ കേരളത്തിൽ ജനിച്ചു പോയി എന്നുള്ളതിൽ തൽക്കാലം അഭിമാനത്തോടു കൂടി നിൽക്കൂ. ഇനി UDF ഭരിച്ചതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം കേരളത്തിൽ ജനിച്ചത് എൻ്റെ ഏറ്റവും വലിയ മണ്ടത്തരമായി പോയി, തെറ്റായി പോയി എന്ന്. കാര്യം ഭരിക്കുന്നത് UDF ആണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.